നമസ്കാരം, ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. ISRO ചാരക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംസ്ഥാനത്ത് വിജിലൻസ് വകുപ്പിനെ ഖദർ പുതപ്പിച്ചതായി CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. ജ്ഞാനായ അധിപദ്രാസനം റാന്നി മേഖല ആസ്ഥാന കൂദാശ ഞായറാഴ്ച നടക്കും. വിപുലമായ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലായി. തൃശൂരിൽ ഗോഡൌണിൽ അരി എങ്ങനെ ഉപയോഗശൂന്യമായെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് VM സുധീരൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ISRO ചാരക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കേസിൽ പ്രതിയായി ജയിലിലടയ്ക്കപ്പെട്ട മാലി സ്വദേശി മറിയം റഷീദയ്ക്കും മാതാവിനും നഷ്ടപരിഹാരം നൽകുന്ന കാര്യം പരിഗണനയിലില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ISRO ചാരക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് K മുരളീധരൻ പറഞ്ഞു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതെന്നും K മുരളീധരൻ അറിയിച്ചു. ഒരു കാര്യം വ്യക്തമാണ്, തെറ്റ് ചെയ്തവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകും. നിയമവശങ്ങളുമായി മുന്നോട്ട് പോകുന്നവർക്ക് എൻ്റെ ധാർമ്മികമായിട്ടുള്ള പിന്തുണയുണ്ടാവും. അങ്ങനെയല്ല പറഞ്ഞില്ല. 8% എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആരും ഒരു പരാതി പറഞ്ഞില്ല. ഇപ്പോൾ പരാതിയുണ്ട്. MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ പരാതി ചെയ്തു. MLA എന്നുള്ള നിലയ്ക്കല്ല, ഇതിനെ ഇവിടുത്തെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കാണ്. അഞ്ചേരി ബേബി വധക്കേസിൽ പീരുമേട് സബ് ജയിലിൽ കഴിയുന്ന CPM നേതാവ് MM മണിയെ VS സന്ദർശിച്ചു. MM മണിയുടെ വിവാദ പ്രസംഗം പാർട്ടി തള്ളിക്കളഞ്ഞതാണെന്നും അക്കാര്യത്തിലുള്ള നിലപാടിൽ മാറ്റമില്ലെന്നും VS പ്രതികരിച്ചു. നിരവധി കൊലക്കേസിൽ പ്രതിയായ K സുധാകരനോടും MM മണിയോടും സർക്കാർ രണ്ട് നീതിയാണ് വെച്ചു പുലർത്തുന്നതെന്നും VS വിമർശിച്ചു. നിരുപാധികം വെറുതെ നടക്കുകയാണ്. ഇങ്ങനെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഭരണകാലത്ത് ഒരേ കടയിൽ രണ്ട് കച്ചവടം. കോൺഗ്രസുകാരാണെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള കേസുമില്ല. എത്ര പേരെ കൊന്നാലും അത് കേസ് പറഞ്ഞിട്ട് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്കു ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ റാന്നി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് വിജിലൻസ് വകുപ്പിനെ ഖദർ പുതപ്പിച്ചിരിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഏറ്റവും വലിയ ഭരണ നേട്ടവും ഇതുതന്നെയാണെന്നും പന്ന്യൻ രവീന്ദ്രൻ വിമർശിച്ചു. ആരാ കേസെടുക്കുന്നത്? വിജിലൻസ്. എങ്ങനെയാ കേസെടുക്കുന്നത്? ഊമക്കത്ത്. ആരാ കത്തയക്കുന്നത്? കോൺഗ്രസ്സുകാർ തന്നെ. കോൺഗ്രസ്സുകാരുടെ കത്തിൽ സാക്ഷാൽ വിജിലൻസ് കേസെടുക്കുന്നു. കാരണം എന്താ? വിജിലൻസ് എന്ന് പറയുന്ന പോലീസ് സംവിധാനത്തെ കൊണ്ടുപോയി ഖദർ പുതപ്പിച്ചിരിക്കുന്നു. കേരളത്തിൽ തിരുവഞ്ചൂരിന്റെ ഭരണത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും വലിയ നേട്ടം വിജിലൻസിനെ കൊണ്ടുപോയി ഖദർ പുതപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരും വരുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിജിലൻസ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനായ അധിപദ്രാസനം റാന്നി മേഖല ആസ്ഥാന കൂദാശ ഞായറാഴ്ച നടക്കും. കൂദാശയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലായി. ജ്ഞാനായ അധിപദ്രാസനം റാന്നി മേഖല ആസ്ഥാന മന്ദിരം ഡിസംബർ 16 കൂദാശ ചെയ്യും. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സമുദായ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന പ്രൗഢ ചടങ്ങിലാകും കൂദാശയും പൊതുസമ്മേളനവും നടക്കുക. ഇതിനായി വിപുലമായ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലായി. ഇത് വാസ്തവത്തിൽ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര സംഭവം കൂടിയാണ്. സമുദായത്തിൻ്റെ 4 മേഖലകളായി തിരിച്ചപ്പോൾ റാന്നി ബാഹ്യകേരള മേഖലയ്ക്ക് വേണ്ടി ഒരു ആസ്ഥാന കേന്ദ്രം നിർമ്മിക്കുന്നതിന്, പ്രഥമമായി ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് സാധിച്ചു എന്നുള്ളത് ചരിത്ര സംഭവമാണ്. അതുകൊണ്ടുകൊണ്ട് മുന്നോട്ടുള്ളതായ പ്രവർത്തനങ്ങൾക്ക് ഈ ആസ്ഥാന കേന്ദ്രം എന്നും ബലമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. ഇതിൻ്റെ ഈ കെട്ടിടത്തിൽ ഈ നിർമ്മാണം പൂർത്തീകരിച്ച കൂദാശ ചെയ്യപ്പെടുന്നതായ
ഈ ആസ്ഥാന കേന്ദ്രത്തിൽ നിന്ന് ഇനിയും ഈ മേഖലയെ ജ്ഞാനായ അധിപതിരാസനത്തിൻ്റെ ഈ മേഖലയെ വളർത്തുന്നതിന്, അത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വളർത്തുന്നതിന് അങ്ങേയറ്റം പരിശ്രമിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയോട് ചേർന്നാണ് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മാണം പൂർത്തിയാക്കിയത്. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന കൂദാശ ചടങ്ങിന് ശേഷം ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ജ്ഞാനായ അധിപതിരാസനം ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർ സേവേരിയസ് വലിയ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിക്കും. റാന്നി മേഖല അധ്യക്ഷൻ കുര്യാക്കോസ് മോർ ഇവാനിയൂസ് മെത്രാപ്പൊലീത്ത സിറ്റി വാർത്തകളോട്. സാമുദായിക, രാഷ്ട്രീയ, സാമൂഹിക മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികളൊക്കെ ഈ സമ്മേളനത്തിൽ വന്നു ചേരുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ അഭിമാനമായ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അതോടൊപ്പം തന്നെ അഭിനവ കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ, ശ്രേഷ്ഠ കാതോലിക്ക ബാവ, ഇവരൊക്കെ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നു. മന്ത്രിമാരൊക്കെ കടന്നു വരുന്നു. ഈ സംരംഭം, ഈ വലിയ പരിപാടി അനുഗ്രഹകരമാക്കി തീർക്കുവാനായിട്ട് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ട് എന്നുള്ളതിന് സംശയമില്ല. നാനാജാതി മതസ്ഥരുടെ വലിയ സഹകരണം എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ജ്ഞാനായ അധിപതിരാസനം റാന്നി മേഖല ആസ്ഥാന മന്ദിര കൂദാശയുടെ വിളംബര റാലി നാളെ നടക്കും. റാന്നി എട്ടിയപ്പാറയിലെ സെന്റ് മേരീസ് കുരിശുപള്ളിയിൽ നിന്ന് തുടക്കമാകുന്ന റാലി രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്യും. ഇട്ടിയപ്പാറ സെന്റ് മേരീസ് കുരിശുപള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ജാഥ റാന്നിയുടെ പ്രിയങ്കരനായ MLA ശ്രീ രാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്യുന്നതും റാന്നി ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ബെന്നി പുത്തമ്പറമ്പിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത് യാത്ര തുടരുന്നതുമാണ്. ഇടവകയിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരും എല്ലാ ഇടവകളിൽ നിന്നുള്ള യുവാക്കന്മാരും ഈ വിളംബര ജാഥയിൽ പങ്കെടുക്കുന്നു. ഇട്ടിപ്പാറയിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ജാഥ ഐത്തറ സെന്റ് കറിയോക്കോസ് പള്ളി, ചെറുകുളഞ്ഞിക്കനായ കുരിശുപള്ളി, അഞ്ചാനിപ്പള്ളി, മന്നവരുതിപ്പള്ളി, വൈക്കംപള്ളി തുടങ്ങിയ മേഖലയിലെ വിവിധ ഇടവകൾ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി റാന്നി വെല്ലുവിളിയിൽ എത്തിച്ചേരുന്നു. തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയും റാന്നി വെല്ലുവിളി വികാരി വന്യനായ പ്രസാദ് ഗുരുള കോവൂരച്ചൻ സമാപന സന്ദേശം നൽകുന്നതുമാണ്. വിളംബര റാലിക്കും ആസ്ഥാന മന്ദിര കൂദാശ ചടങ്ങുകൾക്കും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പബ്ലിസിറ്റി കൺവീനർ ആലിച്ചൻ ആറൊന്നിൽ സിറ്റി വാർത്തകളെ അറിയിച്ചു. 16-ാം തീയതി ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 3 മണിക്ക് അഭിമന്യരായ മെത്രാപ്പോലിത്തന്മാരും ശ്രേഷ്ഠ ബാവായും മറ്റ് വിശിഷ്ടാദികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നതും 4 മണിയോടുകൂടി അരമനയുടെ കവാടത്തിൽ എത്തിച്ചേരുന്നതുമാണ്. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ജ്ഞാനായ അധിപതിരാസനത്തിൻ്റെ ആർച്ച് ബിഷപ്പ് അഭിമന്യനായ കുര്യാക്കോസ് മാർ സേവേറിയസ് വലിയ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിക്കുന്നു. കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സിറ്റി ന്യൂസ് റാന്നി. റാന്നി തോട്ടമൺകാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് നാളെ തുടക്കമാകും. നാളെ വൈകിട്ട് ചേരുന്ന ഭക്തിനിർഭരമായ ചടങ്ങിൽ തിരുവിതാംകൂർ വികസന സമിതി ചെയർമാൻ PS നായർ നവാഹയജ്ഞം ഉദ്ഘാടനം ചെയ്യും. ശീരവള്ളി കേശവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രത്തിലെ ഭരണി തിരുനാൾ മഹോത്സവം ഡിസംബർ 24-ന് വിപുലമായ പരിപാടികളോടെ നടക്കും. റാന്നി പൂവന്മല PC ഹൈസ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൽ വിളവെടുപ്പ് നടത്തി. അങ്ങാടി കൃഷിഭവന്റെ സഹകരണത്തോടെയായിരുന്നു സ്കൂളിലെ പച്ചക്കറി കൃഷി വിളപാകത്തിലെത്തിച്ചത്. റാന്നി പൂവന്മല PC ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ വിളപാകിയ പച്ചക്കറി തോട്ടത്തിൽ ഇന്ന് വിളവെടുപ്പ് നടത്തി. കുട്ടികൾ ഇന്ന് ക്ലാസ് മുറി വിട്ട് പച്ചക്കറി തോട്ടത്തിലിറങ്ങി. അങ്ങാടി പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് വിദ്യാർത്ഥി കൂട്ടായ്മ പച്ചക്കറി കൃഷി നടത്തിയത്. കൃഷി ഓഫീസറുടെ ഭയങ്കരമായ പിന്തുണ ഞങ്ങൾക്ക് ഈ കാര്യത്തിലുണ്ടായി. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ ഒരു രഹസ്യവും. പിന്നെ കൃഷിയോട് താല്പര്യമുള്ള ഞങ്ങളുടെ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് സൺലൈറ്റിനുണ്ട്. സൺലൈറ്റിന് ഇതിന് വേണ്ട പരമാവധി പിന്തുണ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. കൃഷി ഓഫീസർ മായയായിരുന്നു കൃഷിയിടത്തിലെ വിദ്യാർത്ഥികളുടെ കാര്യദർശി. ഇവരെല്ലാം ആദ്യം മുതൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. എന്തായാലും ഇപ്പം നല്ലൊരു വിളവെടുപ്പ് ഉത്സവം ഇവിടെ നടത്താൻ കഴിഞ്ഞു. ജൈവ കീടനാശിനി മാത്രം ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു കൃഷിയാണ് ഇവിടെ നടത്തിയത്. ഇപ്പോൾ കുറേ കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തക്കാളിയുടെയും തൈ ഇപ്പം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചീര,
വെള്ളരി നേരത്തെ തന്നെ കായ്ച്ചു തുടങ്ങിയതാണ്. പക്ഷെ നമ്മൾ ഈ വിളവെടുപ്പുത്സവം നടത്താൻ അല്പം താമസിച്ചു പോയി. രാവിലെ നടന്ന വിളവെടുപ്പിന് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും പച്ചക്കറിത്തോട്ടത്തിലെത്തി. വിളയിനങ്ങൾ അങ്ങാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സുരേഷ് വിവരിക്കും. നമുക്കറിയാം, പടവളം, ചീര, വെണ്ട, പയറ്, പിന്നെ മത്തങ്ങ, വെള്ളരിക്ക, കുമ്പളങ്ങ എന്ന് വേണ്ട എല്ലാവിധമായ പച്ചക്കറി കൃഷികളും ഈ PCI സ്കൂളിലെ ഗ്രൗണ്ടിൽ തന്നെയുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം മറിയാമ്മ ചെറിയാനാണ് വിളവെടുപ്പുത്സവം ഉദ്ഘാടനം ചെയ്തത്. പലപ്പോഴും ഒരു മൂട് പാവലൊക്കെ വെച്ച് പാവയ്ക്കൊക്കെ പറിക്കാൻ വളരെ ശുശ്രൂഷ ചെയ്ത് കൊടുത്തിട്ട് പോലും ഇതുപോലുള്ളതായിട്ടുള്ള നല്ല ഒരു വിളവ് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം കൃഷി ഓഫീസും ഈ കുഞ്ഞുങ്ങളും ഇവിടുത്തെ അധ്യാപകരും കൂടെ ചേർന്ന് ഇത്രയും നല്ല ഒരു വെജിറ്റബിൾ ഗാർഡന് ഉണ്ടാക്കിയെന്ന് കണ്ടപ്പോഴേ വളരെ സന്തോഷം തോന്നി. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് ഇതിനകത്ത് അഭിനന്ദിക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സുരേഷ് അധ്യക്ഷനായി. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ ഇതൊരു വലിയ ഒരു ആശ്രയമാണ്. അവർ തന്നെ കൃഷി ചെയ്ത പച്ചക്കറി കൃഷിയുണ്ട്. അവർക്ക് വേണ്ട ഉച്ചഭക്ഷണങ്ങൾ കൊടുക്കാൻ തന്നെ ഇത് കഴിയും. തീർച്ചയായിട്ടും ഇതിന് മുന്നിൽ പ്രവർത്തിച്ച PCI സ്കൂളിലെ അധ്യാപകരെയും കൃഷിഭവനിലെ ഓഫീസർമാരെയും ഇവിടുത്തെ കുട്ടികളെയും ഇവിടുത്തെ അധ്യാപകരെയും നമ്മൾ ഒരുപാട് അഭിനന്ദിക്കേണ്ടതായിട്ടിരിക്കുന്നു. റാന്നി ബ്ലോക്ക് കൃഷി ഓഫീസർ ഡെസി തുടർ വിളവിറക്കലിന് കുട്ടികളോട് അഭ്യർത്ഥിച്ചു. നൽകിയ ഈ തോട്ടം ഇത്രയും ഭംഗിയായിട്ട് നടത്തിയതിന് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരുടെയും സ്കൂളിൻ്റെയും ഹരിസാറിൻ്റെയും PTA പ്രസിഡൻ്റെയും ഹെഡ് മിസ്ട്രസിൻ്റെയും അധ്യാപകരുടെയും കുഞ്ഞുങ്ങളുടെയും ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും ഒരു കൂട്ടായ സംരംഭത്തിലൂടെ ഇത്രയും ഭംഗിയാക്കുന്നതിന് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രവീൺ കുമാർ, ഹെഡ് മിസ്ട്രസ് ശ്രീദേവി എന്നിവർ വിളവെടുപ്പുത്സവത്തിന് നേതൃത്വം നൽകി. ഈ ഉദ്യമത്തിൽ പങ്കുചേർന്ന ഏവരെയും വളരെയധികം പ്രശംസിക്കുന്നു. തുടർന്നും ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിറ്റി ന്യൂസ് റാന്നി. അയിരൂർ കാഞ്ഞിറ്റുകര മോർ ഇഗ്നാത്യോസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഓർമ്മ പെരുന്നാളും കൺവെൻഷനും ക്രിസ്തുമസ് ആഘോഷവും ഡിസംബർ 16 മുതൽ 24 വരെ തീയതികളിലായി നടക്കും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പെരുന്നാളിന് കൊടിയേറ്റ് നടത്തും. ഡിസംബർ 18 വൈകിട്ട് ചേരുന്ന യോഗത്തിൽ ഫാദർ എബി സ്റ്റീഫൻ മഞ്ഞരിക്കര പ്രഭാഷണം നടത്തും. ഡിസംബർ 19 തടിയൂർ കടയാർ സെന്റ് മേരീസ് കുരിശടിയിൽ നിന്നും പള്ളിയിലേക്ക് ഭക്തി നിർഭര റാസ സംഘടിപ്പിക്കും. 20 രാവിലെ നടക്കുന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് തോമസ് മോർ അലക്സാന്ദ്രിയോസ് മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. മുളങ്കുന്നത്തുകാവ് FCI ഗോഡൌണിൽ അരി എങ്ങനെ ഉപയോഗശൂന്യമായെന്ന് വ്യക്തമാക്കണമെന്ന് VM സുധീരൻ ആവശ്യപ്പെട്ടു. ഇതേക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇതിലൊന്നും അവസാനമുണ്ടാകുമെന്ന പ്രതീക്ഷയില്ലെന്നും VM സുധീരൻ പ്രതികരിച്ചു. ഇടവേള. യാത്രകൾ ഏതുമാകട്ടെ അനുഭവിച്ചറിയൂ വിൽസൺ ട്രാവൽസിന്റെ മേന്മ. വിവാഹ വിനോദ തീർത്ഥയാത്രകൾക്ക് 50 സീറ്റോടുകൂടിയ ലക്ഷറി DVD കോച്ചും 14 സീറ്റുകളോടുകൂടിയ AC ലക്ഷറി DVD കോച്ചുകളും നിങ്ങളുടെ സൗകര്യാർത്ഥം വാടകയ്ക്ക്. വിൽസൺ ട്രാവൽസ്, എ പെർഫെക്റ്റ് ട്രാവൽ ഗൈഡ്. കോൺടാക്ട് 04735 225237 9447 000237 9470 21253 9472 65819. വിൽസൺ ട്രാവൽസ്. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ ഗ്രാമങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി ഹൈദരാബാദിൽ നിന്ന് സൈക്കിളിൽ പുറപ്പെട്ട ബിരുദ വിദ്യാർത്ഥി കേരളത്തിലെത്തി. ഹൈദരാബാദ് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ ജന്തുശാസ്ത്ര വിദ്യാർത്ഥിയാണ് സൈക്കിൾ യാത്ര നടത്തി കേരളത്തിലെത്തിയത്. ഹൈദരാബാദ് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ ജന്തുശാസ്ത്ര വിദ്യാർത്ഥി അക്രു ഫിറോസാണ് സൈക്കിളിൽ ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ പര്യടനം നടത്തുന്നത്. ദാരിദ്ര്യമടക്കമുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠന വിധേയമാക്കുക എന്നതാണ് ഈ വിദ്യാർത്ഥിയുടെ ലക്ഷ്യം. 2011 ജനുവരിയിലാണ് ഫിറോസ് ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് സൈക്കിൾ ഉരുട്ടിയിറങ്ങിയത്. യാത്രയ്ക്കിടയിൽ സ്കൂളുകളും കോളേജുകളും സന്ദർശിക്കുന്ന ഫിറോസ് അവിടങ്ങളിൽ സാമൂഹിക വിഷയങ്ങളിൽ പഠന ക്ലാസ് നടത്തിയാകും കടന്നുപോവുക.
ഒരാഴ്ച മുമ്പാണ് ഫിറോസ് കേരളത്തിലെത്തിയത്. ഒരു ദിവസത്തെ യാത്രയുടെ ഒടുവിൽ പാതയോരത്ത് ടെന്റ് കെട്ടിയാകും വിശ്രമം. I carry my tent and stuffs. Sometimes the locals help me in different places, sometimes in a school, sometimes in community hall, sometimes with watchmen. It depends. 2015 ഫിറോസ് ഇന്ത്യൻ പര്യടനം പൂർത്തിയാക്കും. ഭൂരഹിതർ, കുടിവെള്ളം, മാലിന്യം എന്നിവയാണ് കേരളത്തിലെ പ്രധാന പ്രശ്നമെന്ന് ചൂണ്ടിക്കാട്ടിയ ഫിറോസ് കേരളത്തിൽ കള്ളുകുടിയന്മാരുടെ എണ്ണം കൂടുതലാണെന്നും അഭിപ്രായപ്പെട്ടു. Major social problem as such, it looks to be a drinking issue is across. One is something, and then I think in the metro cities the waste disposal and roads, because of high consumerism, is I think that is a problem across, high consumerism, and also the influx of balance of people migrating, coming in and coming out of Kerala. Land space is an issue. City News, Pathanamthitta. 18ാമത് മാടമൺ ശ്രീനാരായണ കൺവെൻഷൻ ഫെബ്രുവരി 7, 8, 9, 10 തീയതികളിലായി നടക്കും. ഇതിനായി സ്വാഗത സംഘം പ്രവർത്തനം ആരംഭിച്ചു. ശിവഗിരി മഠാധിപതി പ്രകാശാനന്ദ സ്വാമി, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, ദേവസ്വം സെക്രട്ടറി ഹരേക്കണ്ടി സന്തോഷ് എന്നിവരാണ് മുഖ്യ രക്ഷാധികാരികൾ. തീർത്ഥാടക പ്രവാഹം വർദ്ധിച്ചതോടെ എരുമേലിയിൽ സുരക്ഷ ശക്തമാക്കി. കൂടുതൽ നിരീക്ഷണ ക്യാമറകളും ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. 19ാമത് ഐരൂർ ശ്രീനാരായണ കൺവെൻഷൻ ഡിസംബർ 23 മുതൽ 26 വരെ നടക്കും. 23-ന് ആന്റോ ആന്റണി MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. രാജീവ് ഇബ്രാഹിം MLA മുഖ്യ പ്രഭാഷണം നടത്തും. 24-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്യും. കൺവെൻഷന്റെ 3ാം ദിവസമായ ഡിസംബർ 25-ന് ശ്രീനാരായണ പ്രബോധനവും ധ്യാനവും മഹാസർവൈശ്വര്യ പൂജയും നടക്കും. ഡിസംബർ 26-ന് നടക്കുന്ന സമാപന സമ്മേളനം ശിവഗിരി മഠത്തിലെ ധർമ്മചൈതന്യ ഉദ്ഘാടനം ചെയ്യും. സതീഷ് കിളിരൂർ മുഖ്യ പ്രഭാഷണം നടത്തും. റാന്നി NRI ex-NRI സംഘടനയുടെ 6ാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ഡിസംബർ 15-ന് അങ്ങാടി PJT ഹാളിൽ വെച്ച് നടക്കും. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആന്റോ ആന്റണി MP, രാജീവ് ഇബ്രാഹിം MLA, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ഇടവേള. വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ നിയർ വലിയപാലം റാന്നി. വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഓഫർ. വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. ജ്ഞാനായ അധിപതിരാശ്രം റാന്നി മേഖലാ ആസ്ഥാന മന്ദിരോദ്ഘാടനത്തിന് മുന്നോടിയായി ഡിസംബർ 15-ന് വിളംബര റാലി നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ജ്ഞാനായ കോൺഗ്രസാണ് റാലി സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ഇട്ടിയപ്പാറ സെന്റ് മേരീസ് ജ്ഞാനായ പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന വിളംബര റാലി രാജീവ് ഇബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും. കുര്യാക്കോസ് മോർ ഇവാനിയൂസ് മെത്രാപ്പൊലീത്ത മുഖ്യ പ്രഭാഷണം നടത്തും. വിളംബര റാലി റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ സമാപിക്കും. റാന്നി അഞ്ചുകുഴി പ്രത്യാശ ഭവനിലെ ക്രിസ്തുമസ് ആഘോഷം ഡിസംബർ 16-ന് നടക്കും. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത ക്രിസ്തുമസ് സന്ദേശം നൽകും. ഗീവർഗീസ് മാർ അത്തനാസിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും നികത്തി ആറന്മുളയിൽ വിമാനത്താവളം നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ MP-മാരുടെ സംഘം പദ്ധതി പ്രദേശം സന്ദർശിക്കുമെന്ന് ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതി അറിയിച്ചു. റാന്നി സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ VR മോഹനൻ നായർ അറിയിച്ചു. നിര്യാതനായി. പ്രധാന വാർത്തകൾ വീണ്ടും. ISRO ചാരക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംസ്ഥാനത്ത് വിജിലൻസ് വകുപ്പിനെ ഖദർ പുതപ്പിച്ചതായി CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. ജ്ഞാനായ അധിപദ്രാസനം റാന്നി മേഖലാ ആസ്ഥാന കൂദാശ ഞായറാഴ്ച നടക്കും. വിപുലമായ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലായി. തൃശൂരിൽ ഗോഡൌണിൽ അരി എങ്ങനെ ഉപയോഗശൂന്യമായെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് VM സുധീരൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.